എല്ലാവർക്കും സ്നേഹവന്ദനം. മഹാത്മാക്കളുടെയും എഴുത്തുകാരുടെയും ഒക്കെ വാചകങ്ങൾ പോലെ തന്നെ പ്രസംഗ തുടക്കത്തിന് അഴകും മിഴിവും നൽകുന്ന മറ്റൊരു മാർഗമാണ് കവിതകൾ. വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് കവിതകൾ കണ്ടെത്തി പദശുദ്ധിയോടെ അതിൻ്റേതായ താളത്തിൽ ചൊല്ലിയാൽ ആളുകളെ അത് പെട്ടെന്ന് ആകർഷിക്കും. മലയാള കവിതയായാലും മറ്റേതെങ്കിലും ഭാഷയിൽ നിന്നുള്ളവയായാലും ഏത് കവി ഏത് കവിത എന്ന കാര്യമൊക്കെ കൃത്യമായും വ്യക്തമായും പറഞ്ഞുകൊണ്ട് വേണം വരികൾ ഉദ്ധരിക്കാൻ. അത്തരത്തിൽ കവിത ചൊല്ലുന്നത് പ്രഭാഷകനോടുള്ള ശ്രോതാക്കളുടെ മതിപ്പ് വർദ്ധിപ്പിക്കും. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ കവിത ചൊല്ലിയ ഒരു പ്രഭാഷകൻ കവിതയ്ക്ക് ശേഷം ഇത് എഴുതിയത് ആരാണെന്ന് ഓർമ്മയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രായമായവരാണെങ്കിൽ സദസ്സ് അത് വകവെച്ച് കൊടുത്തെന്നിരിക്കും. എന്നാൽ ചെറുപ്പക്കാരായ പ്രഭാഷകരാണെങ്കിൽ സദസ്സ് കളിയാക്കി ചിരിക്കും. വിനു ജോസഫ് എഴുതിയ പിള്ളേര് എന്നൊരു കവിതയുണ്ട്. വലിയ ആശയങ്ങളുള്ള ഒരു കുട്ടിക്കവിതയാണിത്. ഒരു പാത്രം വെള്ളവും ഒരു സഞ്ചി മണലും കൊടുത്തു നോക്കണം കുട്ടികൾക്ക്. അവരതുകൊണ്ട് കടലുണ്ടാക്കി മീതെ യേശുവായി നടക്കും. അധ്യാപകരോടും മാതാപിതാക്കളോടും സംസാരിക്കുമ്പോൾ ഇത്തരം രസകരവും അർത്ഥവത്തുമായ കവിതകൾ പറയാം. മുതിർന്ന കുട്ടികളുമായി സംവദിക്കുമ്പോൾ കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കോഴി എന്ന കവിതയിലെ കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണുവേണം അണയാത്ത കണ്ണ് എന്ന കവിത ആമുഖമായി ഉദ്ധരിച്ചാൽ കുട്ടികളുടെ മനസ്സിലേക്ക് വേഗം ഇറങ്ങിച്ചെല്ലാൻ കഴിയും. യുദ്ധവും കലാപവും അധിനിവേശവും ഇവയുടെയൊക്കെ കെടുതികളും ലോകത്തെ ആകെ ഗ്രസിച്ചു നിൽക്കുമ്പോൾ മാനവരാശിയോട് ഐക്യപ്പെട്ടുകൊണ്ട് NV കൃഷ്ണവാര്യരുടെ ആഫ്രിക്കയിൽ നിന്ന് എന്ന കവിതയിലെ ആ പ്രശസ്ത വരികൾ ഓർക്കാം. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാ, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. കുഞ്ചൻ നമ്പ്യാരും ചെമ്മനം ചാക്കോസാറും കുഞ്ഞുണ്ണി മാഷുമൊക്കെ എഴുതിയ ആനുകാലിക പ്രസക്തിയുള്ള രസകരമായ കവിതാശകലങ്ങൾ പ്രസംഗകരുടെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാകണം. അതൊക്കെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ മാത്രമല്ല, ഏത് സന്ദർഭങ്ങളിലും എടുത്ത് വീശാവുന്നവയാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ സെബുന്നീസയും സ്റ്റെല്ല മേരിയും തങ്കനും എന്ന കവിതയിലെ ഈ വരികൾ നോക്കുക. ആടിനെ മേയ്ക്കും സെബുന്നീസയും റബർക്കത്തിരാകുമീ പാലാക്കാരൻ തങ്കനും, കുരിശിന്മേൽ പൂവുകൾ ചാർത്തും സ്റ്റെല്ല മേരിയും, കൈകോർക്കുന്നോരോണമേ നീയാണെൻ്റെ ദർശന സാക്ഷാത്കാരം. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പോലും ജാതി മത സമുദായ കണക്കെടുത്ത് കൂട്ടലും കിഴിക്കലും നടത്തുന്ന കാലത്ത് ഇത്തരം വരികളൊക്കെ സദസ്സിനെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്നവയാണ്. പുതിയതും പഴയതുമായ കവിതകൾ മനഃപ്പാഠമാക്കാനും അവ ആവശ്യാനുസരണം ഭംഗിയായി ഉപയോഗിക്കാനുമുള്ള കഴിവ് നേടുക എന്നത് പ്രഭാഷകനാകാനുള്ള എളുപ്പവഴികളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. സുകുമാർ അഴീക്കോട് എഴുതിയ ആശാന്റെ സീതാകാവ്യം എന്ന നിരൂപണ ഗ്രന്ഥത്തെ സീതാന്റെ ആശാകാവ്യം എന്നുവരെ വിശേഷിപ്പിച്ച പ്രസംഗകരുള്ള നാടാണ് ഇതെന്ന് ഓർത്തോണം. അതിനാൽ കവിതകൾ ചൊല്ലുമ്പോൾ നല്ല ജാഗ്രത വേണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാഠം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.